ഹലോ ഫ്രണ്ട്സ്, ക്രാഫ്റ്റ് കമ്പനി മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു പഴയ ടയർ ഉപയോഗിച്ചിട്ട് ഒരു കുഞ്ഞ് അക്വാറിയം എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു പഴയ ടയറാണ്, അതായത് മോശമായ ടയർ, ഉപയോഗിക്കാത്ത ടയറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കൊരു ചതുരത്തിൽ ഒരു ചെറിയൊരു കഷ്ണം മുറിച്ചെടുക്കണം. അതായത് അവിടെ ഒരു ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇതുപോലെ ചതുരത്തിലൊന്ന് മുറിച്ചെടുത്താൽ മതി. ഇതിനായിട്ട് ബ്ലേഡോ ഇതുപോലെ ആക്സോ ബ്ലേഡോ അതുപോലെ കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് അവിടെ മുറിച്ചെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ചെറിയൊരു ചതുരത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാറിൻ്റെ ടയറൊക്കെയാണ് ഇതിന് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരിക്കും. അത് കുറച്ച് തടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ പഴയ ക്ലോക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വീട്ടിൽ ഉപയോഗിക്കാതെ മോശമായ ക്ലോക്കാണ്, അത് കളഞ്ഞ ക്ലോക്കാണ്. ഇതുപോലെ 2 ക്ലോക്കുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്ലോക്കിൻ്റെ മുകൾ ഭാഗത്ത് ഈ പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അതിൽ ആ ഗ്ലാസ് മാത്രം എടുക്കാം. അതായത് ആ ഗ്ലാസ് മാത്രമാണ് നമുക്ക് വേണ്ടത്. ആ ഗ്ലാസ് മാത്രം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അക്വാറിയത്തിന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീട്ടിൽ ക്ലോക്ക് ഇല്ലെങ്കിൽ ഇതുപോലെ ഗ്ലാസ്സൊക്കെ വിൽക്കുന്ന കടകളിൽ പോയാൽ ഫൈബറിൻ്റെ ഗ്ലാസ് വാങ്ങിക്കാൻ കിട്ടും. ചെറിയ വില മാത്രമേ ഉള്ളൂ, ഒരു അക്വാറിയത്തിൻ്റെ വിലയൊന്നും വരുന്നില്ല. വളരെ ചെറിയ പൈസ മാത്രമേ ഇതുപോലെ ഫൈബറിൻ്റെ ഗ്ലാസ്സുകൾക്ക് വരുന്നുള്ളൂ. അപ്പോൾ അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ക്ലോക്ക് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള ക്ലോക്ക്, അതായത് വട്ടത്തിലുള്ള ചില്ലുള്ള ക്ലോക്ക് എടുക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പം ഞാനിവിടെ ടയറും ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ടയറൊക്കെ കഴുകുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ അകത്തൊക്കെ കഴുകണം. കാരണം നമ്മളെ മീനൊക്കെ അതിൻ്റെ അകത്ത് ഇടുന്നതുകൊണ്ട് അതിൻ്റെ അകത്തൊക്കെ പൊടി ഉണ്ടാവും. അതുകൊണ്ട് അതൊന്ന് കഴുകിയെടുക്കണം. ഇപ്പോൾ ഇവിടെ ഗ്ലാസ് ഞാൻ കഴുകിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ഗ്ലാസ് കറക്റ്റായിട്ട് അതിന് ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ആ ടയറിന് ശരിയായ രീതിയിൽ അവിടെ ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഒട്ടിക്കാനായിട്ട് വേണ്ടത് പ്രധാനമായിട്ടും ഫ്ലക്സ് ക്വിക്ക് വേണം. അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് ഗ്ലൂ ഗണ്ണാണ്. ഇത് രണ്ടെണ്ണം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഗ്ലാസ് ആ ടയറിലേക്ക് ഒട്ടിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളെ ഫ്ലക്സ് ക്യൂക്ക് ഉണ്ടല്ലോ, അത് എടുത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ കൂടുതൽ പശയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊഴിച്ചാൽ മതി. പക്ഷേ എല്ലായിടത്തും എത്തണമെന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും, അതായത് ആ വട്ടത്തിൽ ഒഴിച്ചു കൊടുക്കാം ആ പശ. അപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ഗ്ലാസ് ഒന്ന് ചെറുതായി അമർത്താം. അതിനുശേഷം ഗ്ലൂ ഗണ്ണിൽ നിന്നും വരുന്ന ഗ്ലൂ നമ്മളിപ്പോൾ ആദ്യം ഒഴിച്ച ആ ഫ്ലക്സ് ക്വിക്ക് ഉണ്ടല്ലോ അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ലീക്കൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെ ഫ്ലക്സ് ക്വിക്ക് തന്നെ വേണമെന്നൊന്നുമില്ല. സൂപ്പർ ഗ്ലൂ ഉപയോഗിക്കാം, ഫെവിക്വിക്ക് ഉപയോഗിക്കാം, അതുപോലുള്ള ഏത് പശ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ മുഴുവനായിട്ടും, അതായത് ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കുന്നതിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലീക്ക് ഉണ്ടാവും, വെള്ളമൊക്കെ പുറത്തേക്ക് പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കുറച്ച് അധികം തന്നെ ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് മറിച്ചതിന് ശേഷം അടുത്ത ഭാഗത്തും അതേപോലെ ചെയ്യാം. ഇതിപ്പോൾ മറ്റേ ഗ്ലാസ്സിനെ അപേക്ഷിച്ച് കുറച്ച് ചെറിയ ഗ്ലാസ്സാണ്, പക്ഷേ സാറില്ല കറക്റ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇവിടെയും അതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെയും നമുക്ക് അതേപോലെ ചെയ്യാം. ആദ്യം പശ തേച്ചതിന് ശേഷം ഗ്ലൂ ഗണ്ണിലെ ഗ്ലൂ അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ അതായത് ഈ ഫ്ലക്സ് ക്വിക്കിൻ്റെ ആ പശയുടെ ശക്തിയും ഗ്ലൂ ഗണ്ണിൻ്റെ ശക്തിയും കൂടുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് ഒട്ടിക്കാൻ വേറെ പശയൊന്നും ഉപയോഗിക്കേണ്ടതില്ല. ഇത് രണ്ടും കൊണ്ട് തന്നെ നന്നായിട്ട്, അതായത് നല്ല സ്ട്രോങ്ങിൽ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ എവിടെയും ഈ ലീക്കില്ലാതെ, അതായത് കുറച്ച് ഗ്ലൂ ഗണ്ണ് കുറച്ച് അധികം തന്നെ ഒഴിക്കുമ്പോൾ, കാരണം വെള്ളം ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഗ്ലാസും ആ ടയറൊക്കെ തമ്മിൽ ജോയിൻ ആകുന്ന സ്ഥലത്തൊക്കെ ഗ്ലൂ ഗണ്ണ് കുറച്ച് അധികം തന്നെ ഒഴിച്ചിട്ടുണ്ട്. കാരണം വെള്ളം ലീക്കാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്ലൂ ഗണ്ണ് കുറച്ച് അധികം ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ചെയ്തതിന് ശേഷം വെള്ളം എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിലും ഈ ഗ്ലൂ ഗണ്ണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഇതുപോലെ അതിൻ്റെ മുകളിലൊക്കെ ചെറുതായിട്ട് ഗോൾഡ് കളർ പെയിൻ്റ് കൊണ്ട് ഒന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പലർക്കും നല്ല ഡിസൈനൊക്കെ ചെയ്യാൻ അറിയുമായിരിക്കും, പക്ഷേ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ചെയ്തത് മാത്രമാണ്. എനിക്കങ്ങനെ ഡിസൈനൊന്നും ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്. ആ ടയറിൻ്റെ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്.
ഈ ഗോൾഡനോ ഉപയോഗിക്കണമെന്നില്ല, വെള്ള ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അതിലേക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ആ ഗ്ലാസ്സൊക്കെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല കറക്റ്റ് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ഗ്ലാസും അതായത് ഈ ടയർ തമ്മിൽ ലീക്കൊന്നുമില്ല, അതായത് വെള്ളം ഒഴിക്കുമ്പോൾ ലീക്കൊന്നും ആവുന്നില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ അക്വാറിയൊന്നുമില്ല, അതുപോലെ മീനൊന്നും വളർത്തുന്നൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ മീനൊന്നുമില്ല. അപ്പോൾ പുറത്ത് പോയിട്ട് വാങ്ങിക്കാനും പറ്റില്ല, കാരണം ലോക്ക്ഡൗൺ ഒക്കെയാണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു കുഞ്ഞു തോടുണ്ട്, ആ തോട്ടിൽ നിന്ന് ഇതുപോലെ ചെറിയ കുഞ്ഞു മീനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വലിയ മീനുകളൊക്കെയാണ്, അതായത് കുറച്ച് കളറൊക്കെ ഉള്ള മീനുകളെയാണ് ഇതിലേക്ക് ഇടുന്നതെങ്കിൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇത് കുഞ്ഞു മീനുകളാണ്, കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. അപ്പോൾ കുറച്ച് സാധാരണ അക്വാറിയത്തിലൊക്കെ ഇടുന്ന ചെറിയ കുഞ്ഞു മീനുകളെ ഇതിലേക്ക് ഇടുകയാണെങ്കിൽ, അതായത് കുറച്ച് കളറൊക്കെയുള്ള മീനുകളെ ഇതിലേക്ക് ഇടുകയാണെങ്കിൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.